ഹായ് ഗായ്സ്, ഇന്ന് ഞാൻ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയുള്ള സ്റ്റോറിയുമായാണ് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. മാസാണിയമ്മൻ ക്ഷേത്രം തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ ജില്ലയിലെ ആനമലൈ എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഭക്തർക്കിടയിൽ വലിയ വിശ്വാസവും പ്രാധാന്യവുമുള്ള ഈ ക്ഷേത്രം ദേവീ പ്രതിഷ്ഠയുടെ പ്രത്യേകതയാൽ വളരെ പ്രശസ്തമാണ്. വിശ്വാസപ്രകാരം അമ്മ നീതി ഉറപ്പാക്കുകയും എല്ലാ ദുരിതങ്ങളും നീക്കിത്തരുകയും ചെയ്യുന്ന ദേവിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ വഴിപാടുകൾ വളരെ പ്രത്യേകത നിറഞ്ഞതാണ്. തന്റെ വിഷമങ്ങൾ അമ്മയെ അറിയിക്കാൻ ഭക്തർ കത്താണ് എഴുതുന്നത്. തനിക്ക് നടന്ന അനീതിക്കെതിരെ നീതി കിട്ടാനും തന്റെ മേലുള്ള കൂടോത്രങ്ങൾ ഒഴിഞ്ഞു പോകാനും ക്ഷേത്ര സന്നിധിയിലെ ആട്ടുകളിൽ ഉണക്കമുളക് അരച്ച് അവിടുത്തെ കല്ലിൽ പുരട്ടുകയാണ് ചെയ്യുന്നത്. ദേവി പ്രതിഷ്ഠ അനീതികൾക്കും ആക്രമണങ്ങൾക്കും എതിരാകാൻ ഒരു കാരണമുണ്ട്. അതറിയണമെങ്കിൽ അതിനു പിന്നിലെ ചരിത്രം അറിയണം. ഒരു അർദ്ധരാത്രി അടർന്ന കാടുകൾക്കിടയിലെ ഒരു കൊച്ചു ഗ്രാമത്തിൽ തന്റെ കൊച്ചു കുടിലിൽ ഉറങ്ങുകയായിരുന്നു ആ സ്ത്രീ. അവൾ ഒരു സ്വപ്നം കണ്ടു. ഭയാനകമായ ഒരു സ്വപ്നം. ഒരു പൂർണ്ണ ഗർഭിണി നിലവിളി ചലറിക്കൊണ്ട് ഓടുകയാണ്. ഒരു രാക്ഷസൻ അവളെ പിന്തുടരുന്നു. ആ രാക്ഷസൻ അവളെ പിടിക്കാനായി ശ്രമിക്കുകയാണ്. അവൾ നിലവിളിച്ചുകൊണ്ട് ഓടുകയാണ്. പെട്ടെന്ന് എന്തിലോ തട്ടി അവൾ വീഴുന്നു. ആ സ്ത്രീ പെട്ടെന്ന് തന്നെ സ്വപ്നത്തിൽ നിന്നും ഉണരുന്നു. താൻ കാണുന്ന ഓരോ സ്വപ്നവും സത്യമാകാറുണ്ട് എന്ന് ഉറപ്പുള്ള ആ സ്ത്രീ ദേഹമാസകലം വിയർത്തൊലിച്ചാണ് ആ സ്വപ്നത്തിൽ നിന്നും ഉണർന്നത്. തന്റെ തൊട്ടടുത്തുള്ള മൺപാനിയിൽ നിന്നും വെള്ളം കുടിച്ചുകൊണ്ട് അവൾ ദാഹം ശമിപ്പിച്ചു. പെട്ടെന്ന് ആ കുടിലിന്റെ വാതിലിൽ ആരോ ശക്തമായി തട്ടുന്നത് അവൾ കേട്ടു. ഒരു ഞെട്ടലോടെ ഇടറിയ ശബ്ദത്തിൽ അവൾ ചോദിച്ചു, ആരാ അത്? പക്ഷെ പുറത്തു നിന്ന് ഒരു മറുപടിയും അവൾക്ക് ലഭിച്ചില്ല. അവൾ പതിയെ എഴുന്നേറ്റ് ഉമ്മറത്തേക്ക് പോയി ആ വാതിലുകൾ പതുക്കെ തുറന്നു. അപ്പോൾ ഒരു യുദ്ധവീരനെന്ന് തോന്നിപ്പിക്കുന്ന ഒരു യുവാവ് ഇടറിയ ശബ്ദത്തിൽ അവളോട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ വയറ്റാട്ടിയല്ലേ, എന്നെ ഒന്ന് സഹായിക്കാമോ? രണ്ടുപേരും ആ അടർന്ന കാട്ടിലൂടെ നടന്നു നീങ്ങി. അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ മകിഴൻ, എന്റെ ഭാര്യ പൂർണ്ണ ഗർഭിണിയാണ്. അവൾക്കിപ്പോൾ നിങ്ങളുടെ സഹായം ആവശ്യമുണ്ട്. ഇവിടുത്തെ ഗ്രാമവാസികൾ നിങ്ങളെ വന്ന് കാണാൻ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ആ സ്ത്രീ ഞെട്ടലോടുകൂടി അവനെ നോക്കി. എന്നിട്ട് ആ വയറ്റാട്ടി അവനോട് ചോദിച്ചു, നീ പറയുന്നത് സത്യമാണോ? കാരണം കുറച്ചു കാലങ്ങളായി ഇവിടെ ഒരു കുഞ്ഞും ജീവനോടുകൂടി പിറന്നിട്ടില്ല. അപ്പോൾ അവൻ ചോദിച്ചു, അതെന്താണ് അങ്ങനെ? വയറ്റാട്ടി തുടർന്നു, ഇവിടെ ഒരു അസുരനുണ്ട്. ഏതൊരു സ്ത്രീ ഗർഭിണിയായാലും ആ അസുരൻ മുളകരച്ച് അവളുടെ ഉദരത്തിൽ തേക്കും. അപ്പോൾ തന്നെ ആ ഭ്രൂണം നശിച്ചു പോകും. പിന്നീട് ആ ഭ്രൂണത്തെ ആ ദുഷ്ടനായ അസുരൻ ഭക്ഷിക്കുകയും ചെയ്യും. ഇതുവരെ 99 സ്ത്രീകൾക്കാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. 100ാമതൊരു കുഞ്ഞിനെ ഭക്ഷിക്കുന്നതോടുകൂടി ഈ ലോകത്തിലെ ഏറ്റവും ശക്തനായ രാക്ഷസനായ അയാൾ മാറും. പിന്നീട് അയാളെ ആർക്കും തന്നെ നശിപ്പിക്കാനാവില്ല. അതുകൊണ്ട് ഗ്രാമവാസികൾ ഒരു തീരുമാനമെടുത്തു, ഇനി 100ാമതൊരു കുഞ്ഞിനെ അവൻ ഭക്ഷിക്കരുത്. ഇനിയൊരു കുഞ്ഞ് ഈ ഗ്രാമത്തിൽ ജനിച്ചു വീഴരുത്. ഇതുവരെ ഒരു താന്ത്രികനും ഒരു ദൈവത്തിനും ഇതിൽ നിന്നും അവരെ രക്ഷിക്കാനായിട്ടില്ല. അവൾ വളരെ സങ്കടത്തോടെ പറഞ്ഞു. മകിഴന് തന്റെ ഹൃദയത്തിൽ 1000 അമ്പുകൾ ഒരുമിച്ച് തറച്ചതുപോലെ തോന്നി. തന്റെ ഭാര്യയെ ഒറ്റയ്ക്ക് ആ സ്ഥലത്തിരുത്തിയത് എത്ര തെറ്റാണെന്ന് അവൻ ഓർത്തു. ശേഷം ആ സ്ത്രീ താൻ ആരാണെന്നും തന്റെ ഭാര്യ ആരാണെന്നും ചോദിച്ചപ്പോൾ മകിഴൻ തന്റെ കഥ പറഞ്ഞു തുടങ്ങി. കുറച്ചു കാലങ്ങൾക്ക് മുൻപ് ആനമല ഭരിച്ചിരുന്ന നന്നൻ എന്ന രാജാവിനെ കാണാൻ ഒരു മുനിവര്യനെത്തി. അദ്ദേഹം രാജാവിന് ഒരു മാമ്പഴം നൽകി. വളരെ സ്വാദിഷ്ടവും ദൈവികവുമായ ഒരു മാമ്പഴം. അത് കഴിക്കുന്നതോടുകൂടി രാജാവ് അതിശക്തനാകുമെന്ന് മുനിവര്യൻ പറഞ്ഞു. ശേഷം ആ മാമ്പഴം കഴിച്ച അവശിഷ്ടങ്ങൾ ഒരു പുഴയിലേക്ക് വലിച്ചെറിയാനും പറഞ്ഞു. എന്നാൽ ആ സ്വാദിഷ്ടമായ മാമ്പഴത്തിന്റെ സ്വാദ് മറക്കാനാവാതെ രാജാവ് അതിന്റെ അവശിഷ്ടം, അതായത് അതിന്റെ വിത്ത്, തന്റെ കൊട്ടാര പൂന്തോട്ടത്തിൽ മുനിവര്യന്റെ വാക്കുകളെ ധിക്കരിച്ചുകൊണ്ട് നട്ടുപിടിപ്പിച്ചു. വളരെ കരുതലോടെ രാജാവ് ആ മരത്തെ പരിപാലിച്ചു. വർഷങ്ങൾക്ക് ശേഷം ആ മരത്തിനൊരു പൂവുണ്ടായി. പക്ഷെ അതൊരിക്കലും തന്നെ മാമ്പഴമായി മാറിയിരുന്നില്ല. അതിന്റെ കാരണം അറിയാൻ രാജാവ് ആ മുനിവര്യനെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തി. അപ്പോഴാ മുനിവര്യൻ പറഞ്ഞു, ഇതൊരു സാധാരണ പഴമല്ല. വളരെ കാലത്തെ പരിശ്രമത്തിന് ശേഷം എന്റെ ഗുരു എനിക്ക് നൽകിയ പഴമാണ്. ഇത് ഞാൻ കഴിക്കുന്നതിനേക്കാൾ എത്രയോ ഉചിതമാണ് ഈ നാട് ഭരിക്കുന്ന അങ്ങ് കഴിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് ഞാൻ അങ്ങേക്ക് നൽകിയത്. പക്ഷെ എന്റെ വാക്ക് നിരസിച്ച് നിങ്ങൾ ഈ മരം നട്ടുപിടിപ്പിച്ചു. വലിയൊരു ആപത്തിലേക്കാണ് നിങ്ങൾ ചെന്ന് ചാടുന്നത്. കാരണം
ഒരു നാട്ടിലുണ്ടായ പഴം മറ്റൊരു നാട്ടിലെ വ്യക്തിയെ കഴിക്കാൻ പാടുകയുള്ളൂ. ഈ മരമാണെങ്കിൽ തന്റെ ആയുസ്സിൽ ഒരു തവണ മാത്രമേ പഴം നൽകുകയുള്ളൂ. ഇത് കേട്ട രാജാവ് ശുഭിതനായി. താൻ കഴിക്കാത്ത പഴം മറ്റാരും തന്നെ കഴിക്കാൻ പാടില്ലെന്ന് അദ്ദേഹം പറയുകയും ആ മരത്തിന് ചുറ്റും കാവലാളികളെ നിയമിക്കുകയും ചെയ്തു. വർഷങ്ങൾക്ക് ശേഷം ആ മരം പൂക്കുകയും കായ്ക്കുകയും ചെയ്തു. പൂർണ്ണമായും പഴുത്തതിനു ശേഷം ഓരോ ദിവസവും രാജാവ് കാത്തിരിക്കുകയായിരുന്നു. എന്നാൽ പെട്ടെന്ന് അതിശക്തമായൊരു കാറ്റുണ്ടായി. മാമ്പഴം പൂന്തോട്ടത്തിന് മുന്നിലൂടെ ഒഴുകുന്ന പുഴയിലേക്ക് വീഴുകയും പുഴയുടെ ഒഴുക്കനുസരിച്ച് അത് അടുത്ത നദിയിൽ തന്റെ തോഴിമാരോടൊത്ത് കുളിക്കാൻ വന്ന ഒരു രാജകുമാരിയുടെ കൈകളിലെത്തുകയും ചെയ്തു. അന്നാ സമയം അവൾ പൂർണ്ണ ഗർഭിണിയായിരുന്നു. കോസറിന്റെ പുത്രിയായ ശയനി ആയിരുന്നു അത്. അതീവ സുന്ദരിയും ശാന്തസ്വരൂപിയുമായ ശയനി ചെറുപ്പം മുതലേ ദൈവകടാക്ഷമുള്ള കുട്ടിയായിരുന്നു. യൗവനത്തിന് ശേഷം ആ രാജ്യത്തെ തന്നെ പ്രശസ്തനായ പോരാളി മകിഴനെ ശയനി വിവാഹം ചെയ്തു. ഗർഭിണിയായിരുന്നിട്ട് പോലും 8-ാം മാസം പ്രസവത്തിനായി തന്റെ വീട്ടിലേക്ക് പോകാൻ ശയനി തയ്യാറായിരുന്നില്ല. ശയനിയുടെ പിതാവ് മകിഴിനെ വന്ന് കണ്ട് മകളെ പറഞ്ഞു മനസ്സിലാക്കണമെന്ന് പറയുകയും അതിനുശേഷം പ്രസവത്തിനായി ശയനി തന്റെ വീട്ടിലേക്ക് പോവുകയും ചെയ്തു. വീട്ടിലെത്തിയ ശയനി തോഴിമാരുമൊത്ത് ഉല്ലസിക്കാനായി പുഴക്കരയിലേക്ക് പോകുന്നു. അപ്പോഴാണ് അവളുടെ കയ്യിൽ ആ മാമ്പഴം വന്നെത്തുന്നത്. ചെറുപ്പം മുതൽക്കേ മാമ്പഴത്തോട് വളരെ പ്രിയമുണ്ടായിരുന്ന ശയനി അപ്പോൾ തന്നെ അത് ഭക്ഷിക്കുകയും ചെയ്തു. മാമ്പഴം തേടിയെത്തിയ നന്നപുരം രാജഭടന്മാർ ഈ കാര്യം രാജാവിനെ ധരിപ്പിച്ചു. താൻ ആഗ്രഹിച്ച മാമ്പഴം ഭക്ഷിച്ച ശയനിയെ പിടിച്ചു കെട്ടിക്കൊണ്ടുവരാൻ രാജാവ് ഉത്തരവിട്ടു. പിന്നീട് ശയനി രാജാവിനോട് മാപ്പ് അപേക്ഷിച്ചുവെങ്കിലും ഇത് നീതിയല്ലെന്ന് പറയുകയും ചെയ്തു. ദുഷ്ടനായ രാജാവ് ശയനിക്ക് മരണശിക്ഷ കൽപ്പിച്ചു. ഈ വാർത്തയറിഞ്ഞ് അവിടേക്ക് ഓടിയെത്തിയ മകിഴൻ തന്റെ പത്നിക്ക് പകരം 100 ആനകളെയും അവളുടെ ഭാരത്തിന്റെ 3 ഇരട്ടി സ്വർണവും രാജാവിന് നൽകാമെന്ന് പറഞ്ഞു. പക്ഷെ ഇതൊന്നും തന്നെ രാജാവ് കണ്ട പാവം നടിച്ചില്ല. പിന്നെ അവിടെ നടന്നതൊരു യുദ്ധമായിരുന്നു. മകിഴൻ തന്റെ പടകളുമായി വന്ന് നന്നപുരം ദേശം തന്നെ ഇല്ലാതാക്കി. അവിടെ നിന്നും ശയനിയെ രക്ഷിച്ച് തന്റെ നാട്ടിലേക്ക് പോകുന്നത് വഴിയാണ് അവൾക്ക് പ്രസവ വേദനയുണ്ടായത്. സഹിക്കാൻ കഴിയാത്ത വേദനയിൽ ശയനി തളർന്നിരുന്നപ്പോൾ അവളുടെ അഭിപ്രായ പ്രകാരമാണ് നന്നൻ വയറ്റാട്ടിയെ തേടി എത്തിയത്. ഉടനെ വയറ്റാട്ടി അവനോട് പറഞ്ഞു, നീ എന്താണ് ചെയ്തത്? ആരെങ്കിലും ഒരു ഗർഭിണിയെ ഈ കാട്ടിൽ തനിച്ചാക്കി വരുമോ? ഇത് പറഞ്ഞുകൊണ്ട് അവർ അതിവേഗം നടന്നു. അവൾ ഉണ്ടായിരുന്ന സ്ഥലത്തെത്തി. പക്ഷേ അവളെ അവിടെ കണ്ടില്ല. ഇരുവരും പരിഭ്രാന്തരായിരിക്കെ ശക്തമായി ഇലകൾ അനങ്ങുന്ന ശബ്ദം അവർ കേട്ടു. അതിനു പിന്നാലെ ഒരു നിലവിളിയും. ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് അവർ ഇരുവരും ഓടിയെത്തി. അവിടെ അവർ കണ്ട കാഴ്ച രക്തം ഉറഞ്ഞു പോകുന്ന ഒന്നായിരുന്നു. വികൃതമായ ഒരു രാക്ഷസൻ തന്റെ പത്നിയെ പിന്തുടർന്നോടുകയാണ്. മകിഴനും അവരെ പിന്തുടർന്നു. തുടർന്ന് ഏതോ ഒരു ഘട്ടത്തിൽ ഒരു മൂർച്ചയുള്ള സാധനത്തിൽ തട്ടി മകിഴൻ വീഴുന്നു. കുറച്ചു സമയത്തിന് ശേഷം ആ വഴിയിലുണ്ടായിരുന്ന ചാണകത്തിൽ ചവിട്ടി ശയനിയും വീണുപോയി. ഉടനെ തന്നെ ആ രാക്ഷസൻ അരച്ച മുളക് അവളുടെ ഉദരത്തിൽ തേച്ചു. പിന്നീട് അവൾ കണ്ടത് തന്റെ ഉദരം പിളർന്ന് കുഞ്ഞ് പുറത്തു വരുന്ന കാഴ്ചയായിരുന്നു. രാക്ഷസൻ ആ കുഞ്ഞിനെ ഭക്ഷിക്കാൻ വരുന്നതിനു മുൻപേ അവളുടെ ശരീരത്തിൽ നിന്നും അഗ്നി പോലെ പ്രകാശിക്കുന്ന ഒരു രൂപം മേലേക്ക് ഉയർന്നു വന്നു. അതൊരു ദേവീ രൂപമായിരുന്നു. വെറുമൊരു ദേവീ രൂപമല്ല, ശക്തമായ ഉഗ്രസ്വരൂപിണിയായ കാളി രൂപം. തികച്ചും അഘോരമായി ആ രൂപം ആ രാക്ഷസനെ കൊന്നുകളഞ്ഞു. എന്നിട്ട് അവന്റെ ശരീരം ശയനിയുടെ കാൽക്കൾക്ക് മുൻപിൽ സമർപ്പിച്ചു. ഇത്രയും കണ്ടു നിന്ന വയറ്റാട്ടി മകിഴന്റെ അടുത്തെത്തി. എന്നിട്ട് പറഞ്ഞു, നിന്റെ പത്നി ഒരു സാധാരണ സ്ത്രീയല്ല, നീതി കാക്കാനായി ഈ ഭൂമിയിൽ ജനിച്ചവളാണ്. ശ്മശാനത്തിൽ മരിച്ചു വീണതിനാൽ അവൾ മയാനദേവി എന്നറിയപ്പെടും. പിന്നീട് മയാനദേവി മാസാണിയമ്മയായി മാറും. മാസാണിയമ്മൻ എന്നു പേര് വരാൻ മറ്റു പല കാരണങ്ങളും ഇന്ന് പറഞ്ഞു പ്രചരിപ്പിക്കുന്നുണ്ട്. പക്ഷെ അതിൽ വളരെ യാഥാർത്ഥ്യമെന്ന് തോന്നിയ കാരണമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത്. തനിക്ക് ലഭിക്കാത്ത നീതി തന്റെ ഭക്തർക്ക് ലഭിക്കാനായി താൻ മരിക്കാൻ കാരണമായ അരച്ച മുളക് നീതിക്കല്ലിൽ തേച്ചു പിടിപ്പിക്കൽ ഒരു ചടങ്ങായി മാറി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും നിങ്ങളുടെ സ്വന്തം നീർമാതളം.